പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. എല്ലാവരും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ആവശ്യഭാരങ്ങളെ ഒന്നൊന്നായി ഇറക്കി വെക്കാം. അതിന് സമയം നമുക്ക് കർത്താവ് തന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി നമുക്ക് യാചിക്കാം. കർത്താവെ, നാളെ ഒരു പ്രഭാതമുണ്ടെങ്കിൽ അങ്ങനെ ആരാധിക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരണം. നാളെ ഒരു ദിവസം നമുക്ക് ദാനമായി തരുന്നെങ്കിൽ അങ്ങോട്ട് പറ്റിച്ചേരുന്ന ഒരവസ്ഥ എനിക്ക് തരണം. നാളെ ഒരു ദിവസം ഞങ്ങൾക്ക് തരുന്നെങ്കിൽ കർത്താവെ, മറ്റുള്ളവരോട് ഈ സുവിശേഷം പറയുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ കർത്താവേ, അനുഗ്രഹീതമായ പ്രഭാതത്തിനായി സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളെ കർത്താവേ, ചില മണിക്കൂറുകളായി നിങ്ങളുടെ പാദപീഠത്തിലായിരിക്കുന്നത് കർത്താവേ, വചനം പറഞ്ഞവര് പാടിയവര് കർത്താവെ, മന്ദിരത്തെ അടച്ചവരൊക്കെയും അങ്ങയുടെ നാമത്തിലാണല്ലോ കർത്താവെ കൂടിയത്. ആകെ പ്രാർത്ഥിച്ചതൊക്കെയും അവൻ ദേശത്തിന് വേണ്ടി, ദേശക്കാർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, ദുഃഖിക്കുന്നവർക്ക് വേണ്ടി, ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി, അവൻ ശമ്പളം ലഭിക്കാത്തവർക്ക് വേണ്ടി, അവൻ ഇവരെയൊക്കെ ഈ പകൽക്കാലങ്ങളുടെ ഓരക്കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ഹല്ലേലൂയ, വാസ്തവമായ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് അവരുടെ പ്രവർത്തിച്ച ഹല്ലേലൂയ അവരെ ബലപ്പെടുത്തി ശക്തീകരിക്കുകയും അങ്ങയോട് ബന്ധിച്ചാൽ ജീവിക്കാനൊക്കെ വേണം ഈ സഹായിക്കാൻ ചെയ്യണമെന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങളെ അനുഗ്രഹിച്ചവരെ നിന്നെ ഞങ്ങൾ വിടുകയില്ല എന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങൾ കൊടുത്തിട്ട് ഞങ്ങളുടെ ഉള്ളിൽ നോക്കി പറയുമ്പോൾ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഞങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് ഒന്നൊന്നായി വരവിലുള്ള ദൈവമാക്കി. ആമേൻ. നീ അവരോട് സൗന്ദര്യോടെ ഇരിക്കുന്ന ദൈവമല്ല, ഞങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ജനതയിൽ മറികടക്കാത്ത ദൈവമാണ്. അവൻ നിൽക്കുമ്പോൾ ഉപേക്ഷിക്കാത്ത ദൈവമാണ്. അങ്ങനെയുള്ള ദൈവത്തെ ഇന്ന് പകൽക്കാലം ഞങ്ങള് ജീവനോടെ ആരാധിക്കുന്ന കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളെല്ലാവരും നീ അനുഗ്രഹിച്ചിരിക്കുന്നു.